ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം മരച്ചീനി, ചേമ്പ്, ചേന, കാച്ചിൽ ഇവ പുഴുങ്ങിയെടുക്കുകയാണ്. പണ്ടത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇപ്പോഴതില്ല. കാലം പുരോഗമിച്ചപ്പോൾ മൺമറഞ്ഞു പോയ ബ്രേക്ക്ഫാസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരുന്നു. അതിലൂടെ നമുക്ക് മത്തി ഫ്രൈ ഉണ്ട്. ചമ്മന്തിയായിട്ട് മുളക് ചമ്മന്തി അതിൻ്റെ ഐറ്റമാണിത്. മുളകും ചെറിയ ഉള്ളി പുളിയും കൂടെ അരച്ച് ചേരുക. മത്തിക്ക് മസാല ചേർക്കുന്നു. നമ്മുടെ ചമ്മന്തി ഇന്ന് പഴയ കാലത്തെ അമ്മിക്കല്ലിലാണ് അരയ്ക്കുന്നത്. അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തിയുടെ ടേസ്റ്റൊക്കെ നാവിൽ ഇന്നും നല്ല രുചിക്കൂട്ടായിട്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. മുളക് ചമ്മന്തി റെഡിയായിട്ടുണ്ട്. മുളക് ചമ്മന്തിക്ക് ശേഷം നമുക്ക് മീൻ ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ മീനിൻ്റെ മസാലയെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ മത്തിയാണ്, അത് ഫ്രൈ ആക്കി എടുക്കുന്നു. അതിനുശേഷം നമുക്ക് അടുത്ത ചമ്മന്തി എന്ന് പറയുന്നത് തക്കാളി ചമ്മന്തിയുണ്ട്, മാങ്ങാ ചമ്മന്തിയുണ്ട്. മാങ്ങാ ചമ്മന്തിക്ക് മാങ്ങ എടുത്തു. മാങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില മിക്സിയിൽ അടിച്ചെടുക്കാം. അതിൽ ഒലീവ് ഓയിൽ വേണം നമ്മൾ ഒഴിക്കാൻ. സാധാരണ വെളിച്ചെണ്ണയാണ് എല്ലാവരും ഒഴിക്കുന്നത്. തക്കാളി ചമ്മന്തി ഒലീവ് ഓയിൽ ചേർത്ത് നമുക്ക് എരിവിൻ്റെ കാഠിന്യം കുറയ്ക്കാം. ഒലീവ് ഓയിൽ എന്തുകൊണ്ടും ശരീരത്തിന് ഗുണവും ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ മരച്ചീനി, ചേമ്പ്, ചേന, കാച്ചിൽ പുഴുങ്ങിയത് നമുക്ക് വാഴയിലയിലിടാം. ഇന്ന് നമ്മൾക്കിത് കൊടുക്കുന്നത് തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്ന ശ്രീമതികൾക്കാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ റെഡിയാക്കുന്നുണ്ട്. മാങ്ങാ ചമ്മന്തി, മുളക് ചമ്മന്തി, മത്തി വറുത്തത്, തക്കാളി ചമ്മന്തി. നമുക്ക് തേയിലവെള്ളം റെഡിയായിട്ടുണ്ട്. പഴയ കാലത്തെ നമ്മുടെ കാരണവന്മാരൊക്കെ കഴിച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ഇത്. ഒരു കാലത്ത് നമ്മൾക്കും ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം പുരോഗമിച്ചപ്പോൾ ഇതെല്ലാം അപ്രത്യക്ഷമായി. വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ എല്ലാം റെഡിയായിട്ടുണ്ട്. കഴിക്കാനായിട്ട് അവരെ ക്ഷണിക്കാം. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.